നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. യൂട്യൂബിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ഓൾറെഡി ഈ അപ്ഡേറ്റിനെ കുറിച്ച് കുറച്ച് പേരെങ്കിലും അറിഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് സ്മോൾ ക്രിയേറ്റേഴ്സിന് വേണ്ടിയാണ് വന്നിരിക്കുന്നത്. ഹൈപ്പ് എന്ന് പറയുന്ന ഫീച്ചറാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈ ഹൈപ്പ് ഫീച്ചറിനെ കുറിച്ച് കുറെ ഡൗട്ട്സ് ആളുകൾക്കുണ്ട്. അത് നമുക്കൊന്ന് ക്ലിയർ ചെയ്യാം. അതിനോടൊപ്പം തന്നെ സ്മോൾ ക്രിയേറ്റേഴ്സിനെ സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള ഫീച്ചർ ആണെന്നൊക്കെ പറഞ്ഞാണ് യൂട്യൂബ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത്. റിയൽ ആയിട്ട് ഇത് സ്മോൾ ക്രിയേറ്റേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? ഈ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. എന്തായാലും നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ ഈ വീഡിയോയിൽ നിന്ന് കിട്ടും. അപ്പം വീഡിയോ അവസാനം വരെ കണ്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. നമ്മൾ പലരുടെയും വീഡിയോകൾ ഹൈപ്പ് ചെയ്യും. പക്ഷേ നമ്മൾ ഹൈപ്പ് ചെയ്ത വീഡിയോകൾ പിന്നീട് ഒന്ന് ഫൈൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വലിയ പാടാണ്. പലർക്കും അത് അറിയത്തില്ല എവിടെയാണ് ഈ ഒരു ഫീച്ചർ യൂട്യൂബ് നൽകിയിരിക്കുന്നത് എന്നുള്ളത്. കാരണം പുതുതായിട്ട് വന്ന ഓപ്ഷൻ ആയതുകൊണ്ട് ആർക്കും അറിയത്തില്ല. ഞാൻ പറഞ്ഞുതരാം എവിടെയാണെന്നുള്ളത്. ഞാൻ യൂട്യൂബ് ആപ്പ് ഓപ്പൺ ആക്കി എക്സ്പ്ലോർ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ഇവിടെ ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുന്നു. അവിടെ നമുക്ക് രണ്ട് ഓപ്ഷൻസ് ലഭിക്കും. മൈ ഹൈപ്പ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഹൈപ്പ് ചെയ്തിട്ടുള്ള വീഡിയോകൾ ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഇതിന്റെ തൊട്ടടുത്തായിട്ട് നൽകിയിട്ടുള്ള ടോപ്പ് 100ൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടോപ്പ് ഹൈപ്ഡ് 100 വീഡിയോസ് ഈ ലിസ്റ്റിൽ നിന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഏറ്റവും ടോപ്പിൽ കിടക്കുന്നത് ഹൈപ്പ് 1, അതായത് ഏറ്റവും ഹൈപ്പ് ഉള്ള വീഡിയോ ആണ് ഏറ്റവും ടോപ്പിൽ കിടക്കുന്നത്. അതിന് താഴെ ഹൈപ്പ് 2, ഹൈപ്പ് 3 അങ്ങനെയാണ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഞാൻ 1-2 വീഡിയോകൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതായത് ഈ സ്മോൾ ക്രിയേറ്റേഴ്സിന് വേണ്ടിയുള്ള ഫീച്ചറാണ്. അപ്പോൾ ഇവിടെ കാണുന്ന എല്ലാ വീഡിയോകളും 5 lakh സബ്സ്ക്രൈബേഴ്സിൽ താഴെയുള്ള ചാനലുകളിലെയാണ്. അപ്പോൾ ഇത് ഏത് രീതിയിലാണ് വർക്ക് ആയിട്ടുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഹൈപ്പ് എന്ന് പറയുന്ന ഫീച്ചർ നിങ്ങൾ ഉപയോഗിക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിനോട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നതിനേക്കാൾ കൂടുതൽ ഹൈപ്പ് ചെയ്യാൻ പറയണമെന്ന് പറയുന്നതിന്റെ കാരണം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ഇവിടെ നിന്ന് റാൻഡം ആയിട്ട് ഏതെങ്കിലും ഒരു വീഡിയോ, ഈ ഒരു വീഡിയോ ഒന്ന് ഓപ്പൺ ആക്കാം. ഈ വീഡിയോയുടെ വ്യൂ നിങ്ങൾ നോക്കി 85,000 വ്യൂ വന്നിട്ടുണ്ട്. ഹൈപ്പ് ലിസ്റ്റിൽ 5ാമതുള്ള വീഡിയോ ആണിത്. ഈ വീഡിയോയ്ക്ക് 85,000 വ്യൂ വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ വിചാരിക്കും 85,000 വ്യൂ ഇത്ര വലിയ കാര്യമാണോ എന്ന് വിചാരിക്കും. പക്ഷെങ്കിൽ 5 ദിവസത്തിന് മുമ്പിട്ട് ഈ വീഡിയോയിൽ 85,000 വ്യൂ വന്നിരിക്കുന്നത്. ഇതിന്റെ സബ്സ്ക്രൈബേഴ്സ് നോക്കി 2650 സബ്സ്ക്രൈബേഴ്സ് മാത്രമേ ഈ ഒരു ചാനലിലുള്ളൂ. പക്ഷെങ്കിൽ വന്നിരിക്കുന്ന വ്യൂ 85,000 ആണ്. അതായത് മാക്സിമം ഹൈപ്പ് കിട്ടിയ വീഡിയോ ആയതുകൊണ്ട് അതിൽ മാക്സിമം റീച്ചും വന്നിട്ടുണ്ട്. മനസ്സിലായോ? അപ്പൊ ഇതേപോലെ നമുക്ക് മറ്റൊരു ചാനൽ ഏതെങ്കിലും ഒന്നുകൂടെ ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം. ഉദാഹരണത്തിന് ഈ ചാനൽ ഒന്ന് ഓപ്പൺ ആക്കാം. ഓക്കെ, ഇതിൽ 1.5 lakh വ്യൂസ് വന്നിട്ടുണ്ട് 3 ഡേയ്സിൽ. ഇതിന്റെ സബ്സ്ക്രൈബേഴ്സ് നോക്കി വെറും 5000 സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ. വ്യൂ വന്നിരിക്കുന്നതുണ്ടോ? ഇതേപോലെ ചെറിയ ചെറിയ ചാനലുകൾ 1000, 2000, 3000 സബ്സ്ക്രൈബേഴ്സ് ഒക്കെയുള്ള ചാനലുകൾ ഹൈപ്പിൽ കയറി വന്നു കഴിഞ്ഞാൽ, ടോപ്പ് 100 ഹൈപ്പ് ലിസ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് വ്യൂ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ചെറിയ ചാനലാണ്, നിങ്ങൾക്ക് റീച്ച് ഇല്ല എന്നുണ്ടെങ്കിലും മാക്സിമം നിങ്ങളുടെ ഓഡിയൻസിനെ കൊണ്ട് ഹൈപ്പ് ചെയ്യിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലെ ഹൈപ്പിൽ 100 ടോപ്പ് ലിസ്റ്റിലേക്ക് വരാനും അതിലൂടെ നിങ്ങളുടെ വീഡിയോകളിൽ വ്യൂ കൊണ്ടുവരാനും റീച്ച് കൊണ്ടുവരാനും സാധിക്കും. ഉദാഹരണത്തിന് ഇപ്പം എന്റെ ഈ ഒരു വീഡിയോ നിങ്ങൾ ഹൈപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കില്ല. പക്ഷേ ഞാൻ ഇടയ്ക്ക് പറയുകയാണ് ഇത് ഹൈപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പോയി ചെയ്യും. കാരണം പലരും നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് ഇങ്ങനെ ഒരു ഫീച്ചർ കമന്റ് സെക്ഷൻ്റെ അവിടെ വന്നിട്ടുണ്ടെന്ന് പലർക്കും അറിയത്തില്ല. അപ്പൊ നമ്മൾ അവരെ ഓർമ്മിപ്പിച്ച് അവരെ കൊണ്ട് എൻകറേജ് ചെയ്യിച്ച് നമ്മൾ ഹൈപ്പ് ചെയ്യിപ്പിക്കേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യമുണ്ട്. അപ്പം എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾ ഹൈപ്പ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ നിങ്ങൾ ഹൈപ്പ് ചെയ്ത് പറ്റുമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ എല്ലാവരും വീഡിയോ കാണുന്ന എല്ലാവരും ഹൈപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ ടോപ്പ് 100 ലിസ്റ്റിലേക്ക് വീഡിയോ വരികയും ചെയ്യും. പക്ഷെങ്കിൽ നമ്മുടെ ഓഡിയൻസ് ഒന്നും അങ്ങനെ അത്ര മനസാക്ഷിയുള്ളവരൊന്നുമല്ല. നമ്മുടെ വീഡിയോകൾ കാണും, നമ്മൾ പറയുന്ന ടിപ്സും ട്രിക്സും അപ്ഡേറ്റുകളും ഒക്കെ മനസ്സിലാക്കി പോകും. ആരും ഹൈപ്പ് ചെയ്യത്തില്ല, ആരും ലൈക്ക് ചെയ്യത്തില്ല, ആരും കമന്റ് ചെയ്യും കേട്ടോ. കമന്റ് ഇഷ്ടം പോലെ വരുന്നുണ്ട്. പക്ഷെങ്കിൽ അത് കമന്റ് ചെയ്യുന്നതും കൂടുതൽ അവർക്ക് പ്രയോജനം ഉള്ളത് കൊണ്ടാണ് അവർ കമന്റ് ചെയ്യുന്നത്, അല്ലെ അതുമില്ല. പറ്റുന്നവർ ഹൈപ്പ് ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, അപ്പം പറഞ്ഞു വന്നത് ഹൈപ്പ് എന്ന് പറയുന്ന ഫീച്ചറിനെ മാക്സിമം നിങ്ങളുടെ ഒരു സ്മോൾ ചാനലാണെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കുക. ആഴ്ചയിൽ 3 ഹൈപ്പ് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഞാൻ ഹൈപ്പിനെ കുറിച്ച് മുമ്പ് ഒരു വീഡിയോ ചെയ്തപ്പോൾ അതിൽ പറഞ്ഞിരുന്നു ഒരു ചാനലിൽ 3 ഹൈപ്പാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞിരുന്നു. പക്ഷെങ്കിൽ അങ്ങനെയല്ല, നമുക്ക് ടോട്ടൽ ഒരു അക്കൗണ്ടിൽ നിന്ന് 3 ഹൈപ്പാണ് ചെയ്യാൻ പറ്റുന്നത്. അത് ഏത് ചാനലിൽ ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നുള്ളത് നമ്മൾ ഡിസൈഡ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ സ്മോൾ ചാനലിൽ ഉള്ളവരെല്ലാവരും ഈ ഒരു ഫീച്ചർ ഉപയോഗിച്ച്, ഹൈപ്പ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ ചാനൽ ഗ്രോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ടോപ്പ് 100 ഹൈപ്പ് ലിസ്റ്റിലേക്ക് നിങ്ങളുടെ വീഡിയോകൾ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ ഒരു അഭിപ്രായം ഈ ഒരു അപ്ഡേറ്റിനെ കുറിച്ച്, ഈ ഒരു ഫീച്ചറിനെ കുറിച്ചുള്ളത് നിങ്ങൾ വീഡിയോയുടെ താഴെ കമന്റൂടെ ചെയ്തേക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനലിലൂടെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ വീഡിയോ നിർത്തിയാണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.